ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 23ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയുടെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്നാൽ മിശിഹ ആഗതനാകുമ്പോൾ ഒരു പുതിയ പെസഹയും ഒരു പുതിയ പുറപ്പാടും സംഭവിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ സംഭവിച്ച ആ പ്രധാനപ്പെട്ട രക്ഷാകര സംഭവങ്ങൾ മിശിഹായുടെ സമയത്ത് ആവർത്തിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ പഴയ നിയമത്തിലെമ്പാടും തങ്ങളുടെ പ്രവചനങ്ങളിലൂടെ പറയുന്നുണ്ട്. ആ പുറപ്പാടിൽ മിശിഹ വരുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ആ പുറപ്പാട്, അത് എന്താണ്, എങ്ങനെയാണ് ക്രിസ്തുവിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കാണുവാൻ പോകുന്നത്. പുതിയ പുറപ്പാടിൽ ദൈവം നിവർത്തിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ആ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുക. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. തങ്ങളെ രക്ഷിക്കുവാനായി ദൈവം ആഗതനാകും. ആ ദൈവം ആഗതനാകുമ്പോൾ അവിടുന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗമനം സാധ്യമാവുമ്പോൾ നമ്മൾ കാണുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുക. അതിപ്രകാരമാണ്: ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യുവാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ ദൈവം രക്ഷിക്കുവാനായിട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. മരുഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച്, ദൈവം വരുന്നു, ആ ആഗമനത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവചിക്കുന്നത്. അപ്രകാരം യെശയ്യായുടെ ഈ പ്രവചനത്തിൽ നിന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് എടുക്കാം. ഒന്നാമത്തേത്, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. രണ്ടാമത്തേത്, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. ആ യെശയ്യായുടെ ഈ 2 പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുക. ഈശോ ഗലീലി കടൽ തീരത്തേക്കുള്ള യാത്രാമധ്യേ ബധിരനും സംസാരിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈശോ ഈ രോഗസൗഖ്യത്തിൽ തൻ്റെ വിരലുകൾ അവൻ്റെ ചെവിയിൽ ഇടുന്നത്? കാരണം
ഈശോ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശോയ്ക്ക് ആ വിരലുകൾ ഇടാതെ തന്നെ അവനെ സൗഖ്യപ്പെടുത്താം. എന്നാൽ ഈശോ തൻ്റെ വിരലുകൾ അവൻ്റെ ചെവിയിലേക്ക് ഇടുന്നതിലൂടെ ദൈവം ആഗതനാകുമ്പോൾ ബധിരരുടെ ചെവി അടഞ്ഞിരിക്കില്ല എന്ന യേശയ്യായുടെ പ്രവചനം തന്നിലൂടെയാണ്, തൻ്റെ ഈ പ്രവൃത്തി ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈശോ തൻ്റെ വിരലുകൾ അവൻ്റെ ചെവിയിലേക്ക് ഇടുന്നത്. എന്തുകൊണ്ടാണ് ഈശോ അവൻ്റെ നാവിൽ സ്പർശിക്കുന്നത്? കാരണം അങ്ങനെ മനഃപൂർവ്വം ഈശോ അവൻ്റെ നാവിൽ സ്പർശിക്കുന്നതിലൂടെ യെശയ്യായുടെ പ്രവചനം, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ആലപിക്കും എന്ന ആ പ്രവചനം തന്നിലാണ് പൂർത്തിയാവുന്നത് എന്ന് തനിക്ക് ചുറ്റുമുണ്ടായവരെ വ്യക്തമാക്കി അറിയിക്കുകയാണ് ഈശോ. അപ്പോൾ നോക്കുക, ദൈവം പ്രവർത്തിക്കും, ദൈവം ആഗതനാകുമ്പോൾ പ്രവർത്തിക്കും എന്ന പ്രവചനം ഇതാ ഈശോ ആഗതനായിട്ട് പ്രവർത്തിക്കുകയാണ്. നമുക്ക് മറ്റ് അത്ഭുതങ്ങളെക്കുറിച്ച്, ഇപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നതും മുടന്തന്മാർ മാനിനെ പോലെ കുതിച്ചു ചാടുന്നതുമൊക്കെ സുവിശേഷത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രവചനത്തിൽ പുതിയ പുറപ്പാടിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും എന്ന് യേശയ്യ പ്രവചിച്ച ആ കാര്യങ്ങൾ ഈശോ വന്നിട്ട് പ്രവർത്തിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോയാണ് യേശയ്യ പ്രവചിച്ച ദൈവം. ഈശോയുടെ ആഗമനമാണ് യേശയ്യ പ്രവചിച്ച ദൈവത്തിൻ്റെ ആഗമനം. അതായത് ഇതാ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആഗമനം സാധ്യമായിരിക്കുന്നു. രക്ഷയുടെ ഒരു പുതിയ യുഗം ഉദയം ചെയ്തിരിക്കുന്നു. എ ന്യൂ ഏജ് ഓഫ് സാൽവേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള പുതിയ രക്ഷയുടെ യുഗം അത് സാധ്യമായിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ ദൈവികതയാണ് ഇവിടെ പ്രകാശിപ്പിക്കാൻ. ഈശോ ഞാൻ ദൈവമാണ് എന്ന് പറയാതെ പ്രവർത്തിക്കുകയാണ്. ദൈവം എന്ത് ചെയ്യുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നുവോ അത് ഈശോ ചെയ്യുകയാണ്. അത് ഈശോയിൽ പൂർത്തിയാവുകയാണ്. എന്നിട്ട് ഈശോ അവിടെയുള്ളവരോട് പറയുന്നു, ഇത് നിങ്ങൾ ആരോടും പറയരുത്. അപ്പോൾ നോക്കുക, ഈശോ എപ്പോഴെല്ലാം തൻ്റെ ദൈവികതയെ തൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെ, തൻ്റെ ഒരു അത്ഭുതത്തിലൂടെ, തൻ്റെ ഒരു രോഗസൗഖ്യത്തിലൂടെയൊക്കെ പ്രകടമാക്കുന്നുവോ അപ്പോഴെല്ലാം അവരോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വേറെ ആരോടും പറയരുത്. അതായത് തൻ്റെ ദൈവികത മറ്റൊരാളോട് അതായത് പറഞ്ഞ് അറിയിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോയുടെ ദൈവികതയുടെ പ്രകടനം നടക്കേണ്ടത് ഈ അത്ഭുതങ്ങളിലൂടെ അല്ല. ഈശോയുടെ ആഗ്രഹം അതല്ല, മറിച്ച് തൻ്റെ പെസഹ രഹസ്യത്തിലൂടെയാണ് താൻ ദൈവമാണ് എന്നുള്ള ആ ഒരു പ്രഘോഷണം നടക്കേണ്ടത്. ഈശോയുടെ പീഠാനുഭവം, കുരിശുമരണം, ഉത്ഥാനം എന്ന ആ വലിയ രഹസ്യങ്ങളിലൂടെ. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം കാണുന്നു, അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുവെന്ന്. ഇത് നമുക്ക് ഒരു ദൈവികതയുടെ പ്രകാശനമായിട്ട് തന്നെ നമുക്കിതിനെ ബന്ധപ്പെടുത്താം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, സൃഷ്ടിയുടെ അവസാനം വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, താൻ സൃഷ്ടിച്ചവയെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയൊക്കെ കഴിഞ്ഞിട്ട് ദൈവം ആ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് ദൈവം തന്നെ പറയുകയാണ്, താൻ സൃഷ്ടിച്ചവയെല്ലാം വളരെ നന്നായിരിക്കുന്നു. ദൈവം സൃഷ്ടി നടത്തുന്നു, എല്ലാം നന്നായിരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നവീകരണമാണ്. അപ്പോൾ പാപം മൂലം കറപുരണ്ടുപോയ സൃഷ്ടിയെ നവീകരിക്കുവാൻ, പുനർസൃഷ്ടിക്കുവാനാണ് ഈശോ വന്നത്. ആ പുനർസൃഷ്ടി നടക്കുന്നത് മാമോദീസയിലൂടെയാണ്. അപ്പോൾ നോക്കിയേ, ഈശോയുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നു, എല്ലാം നന്നായി ചെയ്യുന്നു. ദൈവം പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു, ഈശോ എല്ലാം നന്നായി ചെയ്യുന്നു. അപ്പോൾ ദൈവികമായിട്ടുള്ള ഒരു ദൈവികതയുടെ ഒരു പ്രകാശനം വിവിധ രീതികളിൽ ഇവിടെ നടക്കുകയാണ്. എന്താണ് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നത്? നമുക്കെല്ലാവർക്കും ശ്രവണശക്തിയുണ്ട്, എങ്കിലും ദൈവവചനം ശ്രവിക്കുന്നതിൽ പലപ്പോഴും നാം ബധിരരാണ്. വിശ്വാസം ഏറ്റുപറയേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ നാമൊക്കെ മൂകരായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൻ്റേതായിട്ടുള്ള ചിന്തകളെ
അധികം ആശ്ലേഷിക്കുവാനുള്ള പ്രവണത, ലോകം നമുക്ക് നൽകുന്ന ചിന്താധാരകളിലേക്കും സുഖങ്ങളിലേക്കും ലോകത്തിൻ്റേതുമായിട്ടുള്ള വഴികളിലേക്കുമൊക്കെ പോകുവാനായിട്ട് നമ്മുടെ തലമുറ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ ഇഷ്ടവും മനസ്സിലാക്കുവാനും അത് കേൾക്കുവാനും നമ്മൾ ബധിരരായി മാറുന്നു. അവിടെ വിശ്വാസപൂർവ്വം ഒരു കാര്യം ഏറ്റുപറയുക, എന്താണ് എൻ്റെ വിശ്വാസം എന്ന് ഏറ്റുപറയുവാനായിട്ട് നമ്മൾ മൂകരായി പോകുന്നു. ലോകം പറയുന്നു അബോർഷൻ ശരിയാണ്, കുഴപ്പമില്ല. സ്വവർഗ ലൈംഗികത ശരിയാണ്, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് എൻ്റെ ഈ ചായ്വ്, ലോകത്തിലേക്കുള്ള ചായ്വ്, ലോകത്തിൻ്റെ സ്വരം കേൾക്കുമ്പോഴുള്ള ചായ്വ് എന്നെ ബധിരനാക്കി കളയുന്നു. എൻ്റെ വിശ്വാസം എന്താണ് എന്ന് ധൈര്യപൂർവ്വം ഏറ്റുപറയുവാൻ ഞാൻ മൂകനായി പോകുന്നു. അവിടെയാണ് നമുക്ക് ഈശോയുടെ സ്പർശനം, എഫാത്ത, തുറക്കപ്പെടട്ടെ, നമ്മുടെ ചെവികൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ നാവുകൾ തുറക്കപ്പെടട്ടെ. ഈശോയുടെ ആ സ്പർശനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി, നമ്മുടെ എല്ലാ ക്രൈസ്തവർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോ അങ്ങയുടെ ദൈവികമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പിച്ചു തരുന്നു. ഈശോയുടെ സ്പർശനത്തിലൂടെ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കുകയും അടഞ്ഞുപോയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് അടഞ്ഞുപോയിരിക്കുന്ന ഞങ്ങളുടെ ചെവികളെയും ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മനസ്സ് പ്രഘോഷിക്കുവാനായി മൂകമായി പോകുന്ന ഞങ്ങളുടെ അധരങ്ങളെയും അങ്ങ് സ്പർശിച്ച് എഫാത്ത, അത് തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.